സംസ്ഥാനത്തെ കാട്ടാനകളുടെ കണക്കെടുപ്പ് തുടങ്ങി. വിവിധ ബ്ലോക്കുകളിലാക്കി തിരിച്ചാണ് കണക്കെടുപ്പ്. അന്തർസംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ധാരണ പ്രകാരമാണ് ആനയെണ്ണൽ. കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ ചേർന്നാണ് അന്തർസംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ഈ മാസം 25 വരെയാണ് സർവേ. കണക്കെടുപ്പിന് മുന്നോടിയായി ഏകദേശം 1300 ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി. ഇതുവരെ 17 പരിശീലന പരിപാടികളാണ് പൂർത്തിയാക്കിയത്. കേരളത്തിലെ 610 ബ്ലോക്കുകളിലായാണ് കണക്കെടുപ്പ്. ആനമുടി ആനസങ്കേതത്തിൽ 197 ബ്ലോക്കാണ് ഉള്ളത്. നിലമ്പൂരിൽ 118, പെരിയാർ 206, വയനാട് 89 ബ്ലോക്ക് വീതവുമുണ്ട്. ഓരോ ബ്ലോക്കിലും കുറഞ്ഞത് 3 വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും കണക്കെടുപ്പ് നടക്കും. 3 തരത്തിലാണ് കണക്കെടുപ്പ്. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൗണ്ട് മെത്തേഡിലും നാളെ പരോക്ഷ കണക്കെടുപ്പായ ഡങ് കൗണ്ട് മെത്തേഡിലും 25-ന് വാട്ടർ ഹോൾ അല്ലെങ്കിൽ ഓപ്പൺ ഏരിയ കൗണ്ട് മെത്തേഡിലുമാണ് കാട്ടാനകളുടെ എണ്ണം പരിശോധിക്കുക. ശേഖരിക്കുന്ന വിവരങ്ങൾ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കി ജൂൺ 23-ന് കരട് റിപ്പോർട്ട് തയ്യാറാക്കും. തുടർന്ന് അന്തിമ റിപ്പോർട്ട് ജൂലൈ 9-നാണ് സമർപ്പിക്കുക. 2023-ലെ കണക്കെടുപ്പിൽ കേരളത്തിൽ 1920 ആനകളുള്ളതായാണ് കണ്ടെത്തിയത്. 1382 വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് 2023-ലെ കണക്കെടുപ്പിൽ പങ്കാളികളായത്. ഇപ്രാവശ്യത്തെ ഉദ്യോഗസ്ഥർക്കായി പാലക്കാട്, കോട്ടയം, പറമ്പിക്കുളം എന്നിവിടങ്ങളിലാണ് പരിശീലനം നൽകിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.